കേസിനാധാരമായ വർഗീയ വിദ്വേഷ പ്രസ്താവന ഉണ്ടാവുന്നതും അതിനുശേഷം അതിൽ ഫേസ്ബുക്കിലൂടെ ഇത് പണിവാളി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഫേസ്ബുക്കിലൂടെ അതിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു PC. കേസുമായി പോയി ആ കേസിൽ ആദ്യഘട്ടത്തിൽ FIR ഇട്ടിരുന്നില്ല, പിന്നീട് FIR ഇട്ടു. അപ്പോഴും പോലീസ് ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് എന്നതിലേക്കൊന്നും പോയിരുന്നില്ല. ജില്ലാ കോടതിയെ സമീപിച്ചു ആദ്യം PC ജോർജ്. ആ ജില്ലാ കോടതിയും ഈ ജാമ്യ വ്യവസ്ഥാ ലംഘനമടക്കം ചൂണ്ടിക്കാണിക്കൊണ്ട് തന്നെയാണ് ജില്ലാ കോടതിയും ആ മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ തള്ളിയത്. അതിനുശേഷം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലേക്ക് PC ജോർജ് പോയി. PC ജോർജിൻ്റെ മുൻകാല വർഗീയ വിദ്വേഷ പ്രസ്താവനകൾ എണ്ണി പറഞ്ഞുകൊണ്ട്, അതിൽ ക്രൈം നമ്പർ അടക്കം എണ്ണി പറഞ്ഞുകൊണ്ടുള്ള വളരെ വിശദമായ മുൻകൂർ ജാമ്യത്തിൻ്റെ ഉത്തരവിൽ ഈ കേസിൽ PCക്ക് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശം നൽകും എന്ന പരാമർശത്തോടു കൂടിയാണ് ആ മുൻകൂർ ജാമ്യ ഉത്തരവിൽ ജഡ്ജി PV കുഞ്ഞികൃഷ്ണൻ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറയുന്നത് ഈ ജാമ്യ വ്യവസ്ഥ ഇങ്ങനെ നിരന്തരം ലംഘിച്ചാൽ പിന്നെയും ജാമ്യം ഈ കോടതിയിൽ നിന്ന് കൊടുക്കുമെന്ന് പറയുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉത്തരവ് പൂർണ്ണമാവുന്നത്. എന്ന് മാത്രമല്ല, അതിൽ കുറച്ച് ഗുരുതരമായ കാര്യങ്ങൾ കൂടി ഉന്നയിക്കുന്നു. ഇത്തരത്തിലുള്ള ഹേറ്റ് സ്പീച്ചുകൾ, ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസ്താവനകൾ നടത്തുന്നവർക്കുള്ള ശിക്ഷ ഇത് മതിയോ എന്നൊരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട് ഹൈക്കോടതി. ലോ കമ്മീഷനിലേക്കടക്കം അതിൻ്റെ സത്രശ്രദ്ധ ഉണ്ടാവണം. കാലം മാറി ഇത്തരത്തിലുള്ള വിദ്വേഷത്തിൻ്റെ തോത് കൂടുന്നു. അതുകൊണ്ട് ഇത്തരം സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് ഈ ശിക്ഷ മതിയോ എന്ന കാര്യം പരിശോധിക്കണമെന്ന ഒരു വിശാലമായ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടാണ് ആ മുൻകൂർ ജാമ്യത്തിലെ ഉത്തരവ് പൂർത്തിയായത്. 2 തവണ വീട്ടിലെത്തിയിട്ടും നോട്ടീസ് കൈപ്പറ്റാതെ PC ജോർജ് ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയതിന് പിന്നാലെ ഹാജരാകാൻ 2 ദിവസത്തെ സാവകാശം ജോർജ് തേടി. അത് പോലീസ് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാതെ നേരെ കോടതിയിലേക്ക് പോകുന്നു. കോടതിയിൽ ഹാജരാകാനുള്ള അവസരം PC ജോർജിന് പോലീസ് ഒരുക്കി കൊടുത്തിരിക്കുന്നുവെന്ന് വളരെ സ്പഷ്ടമാണ്. ടോബി ജോർജ് വിവരങ്ങളുമായി ചേർന്നു. ടോബി, ഇനിയിപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലീസല്ല, അത് കോടതിയാണ്, മജിസ്ട്രേറ്റാണ്. എന്താണ് കോടതിയിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ടോബി? തീർച്ചയായിട്ടും എന്തായാലും റിമാൻഡിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശമുണ്ട്, കർശന നിർദ്ദേശമുണ്ട്. അങ്ങനെയാണെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിലേക്ക് പോകാനുള്ളൊരു സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അങ്ങനെ അതിനുള്ള സാഹചര്യം തന്നെയാണ്. കോടതിയിൽ കീഴടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ ജാമ്യാപേക്ഷ കൂടി ഇതിനോടൊപ്പം മറ്റൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയാലേ ഇനി ജാമ്യാപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ഉടൻ തന്നെ ജാമ്യാപേക്ഷ കൊടുത്ത് പുറത്തിറങ്ങാനുള്ള നീക്കം നടത്തുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈരാറ്റുപേട്ട പോലീസിന് മുൻപാകെ കീഴടങ്ങുമെന്നുള്ളൊരു സൂചനയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതുമായി സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇവർ പുറത്തുവിട്ടിരുന്നില്ല. കോടതിയിലൊരു കീഴടങ്ങൽ, പ്രത്യേകിച്ചും കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഈ കോടതിയിൽ നേരിട്ട് പോയൊരു കീഴടങ്ങൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്പീലടക്കം പോകാനുള്ള ഒരു സാഹചര്യം ഇനിയും PCയുടെ മുന്നിലുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ നേരിട്ട് പോയി കോടതിയിൽ തന്നെ കീഴടങ്ങിയത്. ഒപ്പം തന്നെ ടോബി, നേരത്തെ ഒരു ഘട്ടത്തിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ PCക്ക് അപ്പോൾ തന്നെ ജാമ്യം കിട്ടിപ്പോകുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സാഹചര്യം ഇപ്പോൾ കുറച്ച് വ്യത്യസ്തമാണെന്ന് പറയാനുള്ള കാരണം, ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു മുൻകൂർ ജാമ്യത്തിൻ്റെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് അതിരൂക്ഷമായ വിമർശനങ്ങളടങ്ങിയ PC ജോർജിന് ഇത്തരത്തിൽ PCയുടെ വാദം ആ ചാനൽ ചർച്ചയിൽ ആരോ പ്രൊവോക്ക് ചെയ്തപ്പോൾ ആ വിദ്വേഷം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കോടതി പറയുകയാണ്, അത്തരത്തിൽ ഒന്ന് പ്രൊവോക്കാകുമ്പോഴേക്കും വിദ്വേഷം പറയാനാണെങ്കിൽ 30 വർഷത്തോളം ജനപ്രതിനിധി ഒരാൾക്ക് രാഷ്ട്രീയ നേതാവായിരിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്നതടക്കമുള്ള കടുത്ത വിമർശനങ്ങളുള്ള ഉത്തരവാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് പോയ തവണത്തെ പോലെ PCക്ക് ജാമ്യം കിട്ടൽ എളുപ്പമാകുമോ ടോബി? ഒരു സാധ്യതയും ഇല്ല ഹാഷ്മി. അങ്ങനെ ഒരു ജാമ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ആ ഒരു പ്രസംഗത്തിൽ അന്ന് വലിയ ഒരു വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങി 9 ദിവസത്തിനുള്ളിൽ വെണ്ണലയിലെത്തി വീണ്ടും വിവാദ പരാമർശം നടത്തുന്നു. അങ്ങനെ 2 കോടതി ഇലക്ഷൻ വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഒരു ജാമ്യം നേടി പുറത്തു വന്നത്. അന്ന് ഹൈക്കോടതി കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വീണ്ടും ആവർത്തിക്കരുതെന്ന്. എന്നാൽ അതിനുശേഷമാണ് കഴിഞ്ഞ ജനുവരി 5-ാം തീയതി ഈ ഒരു പരാമർശം, മുസ്ലിം വിഭാഗങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പരാമർശം ചാനൽ ചർച്ചയിൽ നടത്തിയത്. അതുകൊണ്ടാണ് വീണ്ടും ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ചെന്നപ്പോൾ, അതായത് കീഴ്ക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഈ ഒരു കാരണം ചൂണ്ടിക്കൊണ്ടിക്കൊണ്ട് തന്നെയാണ്. അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിബന്ധനകളാണ് ലംഘിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കീഴ്ക്കോടതി, കോട്ടയം മജിസ്ട്രേറ്റ് കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. പിന്നാലെയാണ് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ വീണ്ടും, അതായത് ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവ് ലംഘിച്ചു
അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത്ര അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം പി സി ജോർജിന് ഏൽക്കേണ്ടി വന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പി സി ജോർജിന് റിമാൻഡിൽ പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജാമ്യാപേക്ഷ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിന് ശ്രമിക്കുകയാണെങ്കിൽ പോലും അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെയുള്ളത് അപ്പീലുകളാണ്. അതായത് ഡിവിഷൻ ബെഞ്ചിൽ പോകാം, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലൊക്കെ പോകാം. സുപ്രീം കോടതി ബെഞ്ചിലേക്കൊക്കെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കറിയാവുന്നതുപോലെ പി സിക്ക് ചിലപ്പോൾ ഒരു ജാമ്യത്തിലേക്കൊക്കെ കിട്ടിയേക്കാം. എന്തായാലും ഈ കീഴ്ക്കോടതികളിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. റിമാൻഡിലേക്ക് പോകുമോ എന്നുള്ളതാണ് വരും മണിക്കൂറുകൾ അറിയാനുള്ളത്. റിമാൻഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള കാരണം ഈ പറയുന്ന ഹൈക്കോടതിയിലെ അതിരൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ്.